ഡോക്ടറെ, നമ്മളിപ്പോൾ മോന് അലർജിയാണല്ലോ. അപ്പം ഈ മരുന്നിൻ്റെ കൂടെ ഞാനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അലർജിയുള്ള കുട്ടികളിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അവരെ ഈ എന്തൊക്കെയാണോ അവരെ ബുദ്ധിമുട്ടുകളുള്ളത്, പല പല അലർജികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള മെഡിസിനൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളവരെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും കുറച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ അവരെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടാതിരിക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ. മെഡിസിൻ എടുക്കൽ മാത്രമല്ല നമ്മൾ അലർജിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പോഷർ കുറച്ച് കൊണ്ടുവരാൻ വേണം. പിന്നെ നമുക്ക് അവർക്ക് ആ അലർജിയുടെ ആ ബുദ്ധിമുട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ എക്സ്പോഷർ വന്നാലും നമുക്ക് അത്രത്തോളം അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് ഓൾറെഡി ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇത് എക്സ്പോഷർ വരികയൊക്കെ ചെയ്താൽ അത് പിന്നെ ഇങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്, ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പൊടികളിൽ നമുക്ക് കുട്ടികളിൽ കൂടുതലായിട്ട് അലർജി കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരു ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു പില്ലോ കവർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് നമ്മളൊരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുക, നല്ല വൃത്തിയായിട്ട് ബെഡ്ഷീറ്റ് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ പെറ്റ്സുമായിട്ടൊക്കെ ഉള്ള ഇടപെടലുണ്ട്, അത് മാക്സിമം കുറക്കുക കുട്ടികളിൽ. പിന്നെ വരുന്നതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കുട്ടികളെ. അവരുടെ ബോഡിയിൽ അവർക്ക് ശരീരത്തിന് വേണ്ട ജലാംശം എത്തുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവരിൽ കീപ്പ് ചെയ്യുക. അവർക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരീരത്തിൽ പോഷകങ്ങൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീനായിട്ട് എത്തുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് അവരെ ഒരു ഇമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് നിർത്തുക. അതാണ് ഒന്ന് ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത്, അവരെ നഖമൊക്കെ പ്രോപ്പറായിട്ട് വെട്ടിക്കൊടുക്കുക. ഈ സ്ക്രാച്ചിങ് കാരണമൊക്കെ ഉണ്ടാകുന്ന സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന അലർജികളൊക്കെ ഉണ്ട്, അതൊക്കെ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അലർജി ഡയറി എന്ന് പറയുന്ന ഒരു സംഭവം. അവർക്ക് എന്തൊക്കെ കാരണം കൊണ്ടാണ്, എന്തൊക്കെ എക്സ്പോഷർ വരുമ്പോഴാണ് കറക്റ്റായിട്ട് അവർ അസുഖം കൂടുന്നത് എന്നുള്ളത് ഡോക്ടർമാരെക്കാട്ടിലും അവരുടെ അമ്മമാർക്കും അവരുടെ പാരൻസിനുമാണ് അറിയാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു ഡയറി കീപ്പ് ചെയ്യുക. എന്ത് എക്സ്പോഷർ വന്നപ്പോഴാണ് അലർജി ഉണ്ടാവുന്നതെന്ന് കറക്റ്റായിട്ട് അതിൽ നോട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ഈ കാര്യങ്ങളൊന്ന് പറയുക. അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർക്ക് നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് അതിനുള്ള മെഡിസിൻ തരാൻ പറ്റും.